അസ്സലാമു അലൈക്കും. വളരെ സ്നേഹമുള്ള രക്ഷിതാക്കൾ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു ഫേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വർഷം നമ്മൾ ഈ ഒരു ആനുവൽ ഡേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് കേവലം ഡാൻസുകളുടെയും പാട്ടുകളുടെയും ഒക്കെ ഒരു കോമ്പിനേഷൻ എന്നതിനപ്പുറം കൃത്യമായും ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതായിരിക്കണമെന്നും അത് ഇന്നത്തേക്ക് മാത്രമല്ല, നമ്മൾക്ക് മാത്രമല്ല, ലോകത്തെവിടെയും പ്രസക്തമായിട്ടുള്ള, പ്രത്യേകിച്ചും ആധുനിക കാലത്ത് അത്രമേൽ പ്രധാനമായിട്ടുള്ള ഒരാശയം അത് എത്തിക്കുക അല്ലെങ്കിൽ അത് കൺവേ ചെയ്യുക എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു താല്പര്യത്തോടെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ആനുവൽ ഡേ പോലും പ്ലാൻ ചെയ്തത്. സത്യത്തിൽ ഗ്രീൻ വാലിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു വിഷൻ വെച്ചുകൊണ്ടാണത് മുന്നോട്ട് പോകുന്നത്. ഒരു വിഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നതിന് അല്ലെങ്കിൽ ആ ഒരു വിഷൻ ഫുൾഫിൽ ചെയ്യുന്നതിനുള്ള ചില മൈൽ സ്റ്റോൺസ് നമ്മൾ സെറ്റ് ചെയ്യും. അത് റീച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്രമാനുഗതമായൊരു പരിശോധനയിലൂടെ അല്ലെങ്കിൽ വിലയിരുത്തലുകളിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് എപ്പോഴും നമ്മുടെ ഒരു വിജയത്തിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം നിൽക്കുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗ്രീൻ വാലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാരൻസിനെല്ലാം അറിയാവുന്ന ഒരു കാര്യം, നമ്മൾ ഈ കഴിഞ്ഞ ചില വർഷങ്ങളിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ, ഒരു ഇവോൾവിങ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മൾ അക്കാഡമിക്സിനെ സംബന്ധിച്ചിടത്തോളം NCERTയുടെ ഒരു സിംഗിൾ ഡൈമെൻഷണൽ ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മൾട്ടി ഡൈമെൻഷനലായ, തികച്ചും ഡിജിറ്റലി കോമ്പാക്റ്റ് ആയിട്ടുള്ള, ആധുനിക കാലത്ത് കുട്ടികൾ പഠിക്കേണ്ടത് ഏതു രീതിയിലാണോ അതിനോട് കൃത്യമായിട്ടും അലൈൻഡായ രൂപത്തിലുള്ള, വീട്ടിലും പുറത്തുമൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് മിക്കവാറും എല്ലാ സബ്ജക്റ്റുകളിലും നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ലോകോത്തരമായിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ ഇത്തവണ തിരഞ്ഞെടുക്കുകയും അതാണ് കുട്ടികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് എന്നാണ് പറയാറുള്ളത്. ഏറ്റവും നല്ലത് ഏറ്റവും ചെറിയ കുട്ടികൾക്കാണ് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് നൽകേണ്ട ഒരു ഫൗണ്ടേഷൻ നഷ്ടമായാൽ, നൽകാൻ കഴിയാതിരുന്നാൽ അതിൻ്റെ ഒരു നഷ്ടമെന്നത് കേവലം ചില വർഷങ്ങളുടേതല്ല, ജീവിതകാലം മുഴുവനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രമാനുഗതമായിട്ട് നമ്മുടെ കിൻഡർ ഗാർട്ടൻ്റെ ഫൗണ്ടേഷൻ സ്കൂളിൻ്റെ സിലബസിൽ കൊണ്ടുവരാവുന്ന എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരികയും ഈ വർഷം നമ്മൾ ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന മാക്മില്ലൻ്റെ പ്ലേ കരിക്കുലമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പറയാം, അത് ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ കിൻഡർ ഗാർട്ടൻ കരിക്കുലമായിട്ട് 2025 അത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് കേവലം ഒരു പുസ്തകമല്ല, മറിച്ച് എങ്ങനെയാണ് കുട്ടികൾ അറിഞ്ഞ്, കണ്ട്, കേട്ട്, അതുപോലെ തന്നെ അനുഭവിച്ച്, കളിച്ചെല്ലാം പഠിക്കേണ്ടത്, അതിനു വേണ്ടതെല്ലാം ഉൾച്ചേർന്ന ഒരു കരിക്കുലം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമായിട്ടാണ് മാക്മില്ലൻ്റെ കരിക്കുലം ഉള്ളത്. ഇന്ന് നിങ്ങൾ ഇവിടെ നേരത്തെ വന്നവർക്കെല്ലാം അറിയാം, നമ്മുടെ കുട്ടികൾ കമ്പ്യൂട്ടറിൽ തീർത്ത അല്ലെങ്കിൽ ആ ഒരു പഠനത്തിലൂടെ തീർത്ത വിസ്മയങ്ങളെന്ത്, കേവലം ICT ആയിരുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമായിരുന്ന, ഇൻഫർമേഷൻ ടെക്നോളജി മാത്രം പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെന്ന് വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏതു തരത്തിലുള്ള ഒരു പഠനമായിരിക്കും അവരെ അപ് ടു ഡേറ്റ് ആക്കി അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു ചലനത്തോടൊപ്പം നിർത്തുവാൻ കഴിയുക, അത്തരത്തിലുള്ള കമ്പ്യൂട്ടർ പഠനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ആശയം മാത്രം പഠിക്കുകയല്ല, അത് പ്രയോഗവൽക്കരിക്കാൻ, അതിൻ്റെ പ്രയോക്താക്കളാകാൻ, ഭാവിയിൽ അവരെ ഡിസൈനേഴ്സാക്കാൻ, അതിൻ്റെ ഓൺട്രപ്രനേഴ്സാക്കി മാറ്റാൻ, അവർക്കത് സെയിൽ ചെയ്യുവാൻ, ഇതിനെല്ലാമുള്ള കഴിവുകൾ ഒരേ സമയം ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസാണ് AI ട്യൂട്ടിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മളിവിടെ പ്രയോഗവൽക്കരിക്കുകയും അതിൻ്റേതായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലതുകൂടെ ചെയ്യേണ്ടത് നമുക്കറിയാം. ഒരു പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വേവലാതി കൊള്ളുന്ന ഒരു കാര്യം മൊബൈലിൻ്റെ, കുട്ടികളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ ഉപയോഗമാണ്. വായനയുടെ ഒരു വസന്തകാലം
തിരിച്ചു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. നമ്മൾ ഇവിടെ തുടങ്ങി വെച്ച പുസ്തക വായനയുടെ ഒരു ചെറിയ സംരംഭം, നല്ല പുസ്തകങ്ങൾ ശേഖരിക്കുകയും കുട്ടികൾക്ക് നൽകുകയും ചെയ്തതിലൂടെ കുട്ടികൾ വായന തുടങ്ങുകയും പിന്നീട് നമ്മൾ ഹിന്ദുവിൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാത്രമായുള്ള പത്രത്തിൻ്റെ എഡിഷനുകൾ, ഹിന്ദു ഇൻ സ്കൂൾ എന്ന് പറയുന്ന, അതുപോലെ യങ് വേൾഡ്, ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതൊക്കെ പതിയെ പതിയെ കുട്ടികളെ ചില രീതിയിലെങ്കിലും വായനയുടെ ഒരു ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഈ വർഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാം ബുക്ക് എ മന്ത് എന്ന് പറയുന്നത്, അത് വലിയ സക്സസ് ആയി തീർന്നുവെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ചില പബ്ലിഷേഴ്സിൻ്റെ പ്രത്യേകമായും ക്ലാസ് വൈസ് അല്ലെങ്കിൽ ഗ്രേഡഡ് ബുക്സ് എന്ന് പറയുന്നുണ്ട്. ആ രീതിയിലുള്ള ഗ്രേഡഡ് ബുക്സ് നമ്മൾ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും കുട്ടികളെ കൊണ്ട് അതിൻ്റെ റിവ്യൂ എഴുതിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ 100 പുസ്തകങ്ങൾ വായിച്ച് വിസ്മയം തീർത്ത കെൻസ, അവൾ 58 പുസ്തകങ്ങളുടെ റിവ്യൂ ആണ് എഴുതിയത്. അസാധാരണമായ വേഗതയിൽ വായിക്കുകയും അത്ര തന്നെ ഇൻട്രസ്റ്റോടെ അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക. കെൻസ മാത്രമല്ല, ധാരാളം കുട്ടികൾ വായനയുടെ ലോകത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാനിത് പറഞ്ഞത് വളരെ കൃത്യമായ പ്ലാനോടെ, ചില വിഷനോടെ, കാഴ്ചപ്പാടോടെയാണ് നമ്മൾ ഓരോ രംഗത്തും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഈ വർഷത്തിൽ ഫ്യൂമോസ് എന്ന് പറയുന്ന ഒരു സ്പോർട്സിൻ്റെ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇന്ന് ലോകത്തെവിടെയും വിദ്യാഭ്യാസം നടക്കുന്ന, പ്രത്യേകിച്ചും ഈ ബാല്യകാലത്തെ വിദ്യാഭ്യാസത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി അവർ ആർജിക്കേണ്ട കഴിവുകളുണ്ട്. സാധാരണയായി അതിൻ്റെ ശാസ്ത്രീയ ഭാഷയിൽ പറഞ്ഞാൽ 6 ഡൊമൈനുകളിൽ അവർക്ക് വളർച്ച ഉണ്ടാകണം. ഈ 6 ഡൊമൈനുകൾ ഒരു സാധാരണ ക്ലാസ് റൂമിൽ പുസ്തക വായനയിലൂടെ, പഠനത്തിലൂടെ ഒരിക്കലും നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ സ്ട്രക്ചേർഡായ രൂപത്തിൽ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതുകൂടെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്പോർട്സിൻ്റെ കരിക്കുലം, അത് നമ്മൾ ഇത്തവണ പാരൻസിനോട് പോലും പറയാതെ സ്കൂളിൻ്റെ സ്വന്തം ഇനീഷ്യേറ്റീവിൽ അതിന് ഫണ്ട് പോലും പ്രത്യേകമായി നൽകിക്കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അത് അതിൻ്റേതായ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. മാത്സിനെ ഭയപ്പെടുന്ന കുട്ടികൾ, അത് എല്ലാ കാലത്തുമുള്ള ഒന്നാണ് ആ മാത്സ് ഫിയർ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കൂളിൽ പഠിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരാഗ്രഹം കൊണ്ട് തന്നെ 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ മാത്സിൽ ഫൺമിയോ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആ ഫൺമിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഫലം നമ്മൾ ഈ വർഷം കണ്ടു. ഖദീജ ദിയ എന്ന് പറയുന്ന കുട്ടി, അവൾ സ്റ്റേറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. മാത്രമല്ല നമ്മുടെ സ്കൂള് ആ ഒരു പ്രോഗ്രാമിൽ സോണൽ ഫസ്റ്റായിട്ടുള്ള സ്കൂളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പല രീതിയിലും നമ്മുടെ ഈ കമ്പ്യൂട്ടറിൻ്റെ AI ട്യൂട്ടിൻ്റെ പ്രോഗ്രാം ഇവിടെ തന്നെ നമ്മൾ ആ പിച്ച് പ്രോഗ്രാം നടത്തിയിരുന്നു. സ്റ്റേറ്റിൽ നടന്ന ഫെസ്റ്റിൽ നമ്മുടെ കുട്ടികൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. അതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരിന്ന് നിങ്ങളൊരാശയം കൊടുത്താൽ അതെങ്ങനെയാണ് AI ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊഡക്റ്റാക്കി ഡെവലപ്പ് ചെയ്യാൻ കഴിയുക എന്ന രൂപത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് തോട്ടിലേക്ക് കുട്ടികൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ രീതിയിൽ കൃത്യമായും നവീനമായ, നൂതനമായ, ആധുനികതയോട് ഒപ്പം നിൽക്കുന്ന, ഭാവിയെ മുന്നിൽ കാണുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പിന്തുണയാണ് ഇത്രകാലവും നമുക്കതിൽ ഏറ്റവും കൂടുതൽ സഹായകം ഇട്ടുള്ളത്. ഇത് അറിഞ്ഞ് നമ്മളോടൊപ്പം നിൽക്കുന്ന പാരൻസിനെ അഭിനന്ദിക്കാൻ കൂടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ സ്റ്റേജിലേക്ക് കയറുന്നത്. നമുക്കറിയാം, നമ്മുടെ പാരൻസിലുള്ള വലിയൊരു ശതമാനവും ആ രീതിയിൽ കാര്യങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി തൃപ്തിപ്പെട്ട് തങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായതെന്തോ അത് ഗ്രീൻ വാലിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടെ തന്നെയാണ് ഉള്ളത്. മറ്റുള്ളവരും ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ പിറകിലും ഒരു വിഷനുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, കൃത്യമായ ചില പ്ലാനുകളുണ്ട് എന്നറിയണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ഇന്നത്തെ ഈ ആനുവൽ ഡേയുടെ ഈ അവസാന ഭാഗത്ത് നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നത്, നമ്മളെല്ലാം ഇന്ന് സന്തോഷിക്കുന്നത്, നമ്മളെല്ലാം ഒരു പക്ഷേ വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു കുടുംബമുള്ളത് കൊണ്ടാണ്. ഇണകളാക്കി സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ അവരുടെ ഇണക്കത്തിലൂടെ, അവരൊന്നു ചേരുന്നതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന കുടുംബമെന്ന സങ്കല്പം,
അത് തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൻ്റെ പ്രാധാന്യത്തെ, അതിൻ്റെ മഹത്വത്തെ, അത് നമുക്ക് നൽകുന്ന മനഃശാന്തിയെ, സ്നേഹത്തെ, കാരുണ്യത്തെ, ഇതിനെയെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട്, അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു രീതിയിലുള്ള ലോകക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നിഗൂഢ ശക്തികൾ ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുന്ന കുടുംബ ബന്ധങ്ങളെ, സ്നേഹങ്ങളെ തിരിച്ചു പിടിക്കുക എന്നത് അത്രമേൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ആ ഒരാശയം, ആ ഒരു മൂല്യബോധം നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും, പ്രത്യേകിച്ചും ഇന്ന് വൃദ്ധരായ മാതാപിതാക്കളുള്ളവരാണെങ്കിൽ അവരുടെ കുട്ടികൾ അവരെ അവരെ എങ്ങനെയാണ് നാളെ നോക്കേണ്ടത് എന്നുള്ളത്, പരിചരിക്കേണ്ടത് എന്നുള്ളത് അതവരറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന സ്നേഹത്തിൽ നിന്ന് ശിഥിലമായ ബന്ധങ്ങളുടെ ഒരു ശ്മശാന ഭൂമിയായി മാറിപ്പോകാം. അതുകൊണ്ട് തന്നെ ഈ ഒരാശയമാണ് നമ്മളിൽ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നത്. കുടുംബമെന്ന കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്ന് പറയുന്ന അതിൻ്റെ ഒരടിത്തറയിൽ നിന്നുകൊണ്ടാണ് ബാക്കി എല്ലാ മൂല്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും വളർച്ചയുടെയും വിജയത്തിൻ്റെയും എല്ലാം അടിസ്ഥാനമെന്ന ഒരു തിരിച്ചറിവ്, അതിലേക്കുള്ള അല്ലെങ്കിൽ അത്തരമൊരാശയം നമ്മളിലേക്ക് എത്തിക്കുന്നതിനുള്ള നമ്മുടെ കുട്ടികളുടെ വളരെ ലളിതമായ ഒരു ശ്രമമാണ്. അത് നിങ്ങൾ അറിയുക, മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.